അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അംബ്രല്ല ഡ്രസ്സ് ചെയ്തില്ലായിരുന്നോ? അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇന്നത്തെ വന്നിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ താഴ്ഭാഗം നമ്മൾ അംബ്രല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. താഴ്ഭാഗം നമ്മൾ മടക്കി അടിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ രണ്ട് മടക്ക് മടക്കിയല്ലേ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ വേറൊരു മെത്തേഡിൽ ചെയ്താൽ നമുക്കത് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം ഇതിപ്പോൾ ഞാൻ നല്ല പീസിൽ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു മടക്ക് മടക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പണായ ഭാഗത്തല്ല, ആ മടങ്ങിയിരിക്കുന്ന ഭാഗത്തിൽ ആ സൈഡ് ചേർത്ത് ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ ആദ്യം ഒരു റൗണ്ട് അടിച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ, ഇതിപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, ആ ഒരു സൈഡിലൂടെ മാത്രമായിട്ട്, ഓപ്പണായ ഭാഗത്തല്ല മറ്റേ ഭാഗത്ത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളതൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം പിന്നീടാണ് നമ്മൾ ആ ഓപ്പണായ ഭാഗത്തൂടെ അടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല നീറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ മറ്റേത് നമ്മൾ മറ്റേ രീതിയിൽ സാധാ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പല സ്ഥലത്തും മടങ്ങിയും ചുളുങ്ങിയും അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് അത്ര നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അംബ്രല്ലയിൽ ചെയ്യുമ്പം ഈ ഒരു മെത്തേഡാണ് കേട്ടോ നോക്കേണ്ടത്, താഴ്ഭാഗം മടക്കി അടിക്കാൻ. എനിക്കും ഇത് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേട്ട് അങ്ങനെ അറിഞ്ഞ് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പം ലാസ്റ്റ് ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ഞാൻ അതുപോലെ അടിച്ചെടുത്തു. ഇനി ഇത് ചെറിയൊരു മടങ്ങൽ പോലെ ഉണ്ടാകും. നമ്മളൊന്ന് അയൺ ചെയ്തും കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല പക്കാ നീറ്റായിട്ട് കിട്ടും. സോ ഞാനത് അയൺ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ മടക്കി അടിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.